കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തായിരിക്കും? അവരുടെ ചെറിയ ചെറിയ ചിരികൾ, നമ്മളോടൊപ്പം കളിച്ചിരുന്ന ആ സമയം, അമ്മേ അച്ഛാ വീണ്ടും പോകാം എന്ന് പറഞ്ഞിരുന്ന ആ ശബ്ദം. അതുകൊണ്ടാണ് പറ്റുന്ന സമയത്തൊക്കെ കുട്ടികളോടൊപ്പം ചെറിയ ചെറിയ മെമ്മറീസ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫിലാഡൽഫിയയിലെ സെസമി പ്ലേസിലേക്കാണ്. കുട്ടികൾക്ക് ഇതൊരു സാധാരണ ട്രിപ്പ് ആയിരുന്നില്ല. അവരുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്, റൈഡ്സ്, വെള്ളത്തിൽ കളിക്കാൻ വാട്ടർ പാർക്ക് എല്ലാം ഒരേ സ്ഥലത്ത്. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി. കുട്ടികൾക്ക് പോകുന്ന സ്ഥലം അറിയാമായിരുന്നതുകൊണ്ട് രാവിലെ മുതൽ തന്നെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എപ്പോഴാണ് എത്തുന്നത്, അവിടെ റൈഡ്സ് ഉണ്ടോ, വാട്ടർ പാർക്കിൽ പോകുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ അവരുടെ ഫണ്ണ് തുടങ്ങി. ഫാമിലിയായി യാത്ര ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിലും കൂടുതൽ സ്പെഷ്യൽ ആകുന്നത് ചിലപ്പോൾ ഈ ജേർണി തന്നെയാണ്. ഒരുമിച്ച് സംസാരിക്കുക, ചിരിക്കുക, പാട്ട് കേൾക്കുക, ഇതൊക്കെയാണ് പിന്നീട് നമ്മൾ ഓർത്തു വെക്കുന്ന മൊമെൻറ്റ്സ്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ സെസമി പ്ലേസിലെത്തി. കാലം ആയിരുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചെറിയ ഫാനുകളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് പോയത്. കാരണം ഇതിനകത്തെ ഫുഡും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോകാവുന്ന സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടാണ് പോയത്. സെമി പ്ലേസിലെത്തിയപ്പോൾ കുട്ടികളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ മാത്രം മതി. നിറയെ കളേഴ്സ്, റൈഡ്സ്, സെസമി സ്ട്രീറ്റ് ക്യാരക്ടേഴ്സ്. കുട്ടികൾക്ക് ശരിക്കും ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ എത്തിയ പോലെ തോന്നി. അവരെല്ലാം കണ്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുകയായിരുന്നു. എന്ത് ആദ്യം ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ആദ്യം ഡ്രൈ റൈഡ്സ് ആണ് ട്രൈ ചെയ്തത്. അവിടെ ഒരുപാട് ഡ്രൈ റൈഡ്സ് ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു. പ്രായഭേദം തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഡ്രൈ റൈഡ്സ് ഉപയോഗിക്കാം കേട്ടോ. റൈഡ്സിൻ്റെ അവിടെയും നമ്മുടെ സേഫ്റ്റി നോക്കാൻ അവരുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ എൻജോയ് ചെയ്തു. അതാണ് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ മറന്നില്ല കേട്ടോ. റൈഡ് കഴിഞ്ഞാൽ ഇനി അടുത്തത്, അതാണ് അവരുടെ സ്ഥിര ആവശ്യം. ഞങ്ങൾ പേരൻസ് ആണെങ്കിലും അവരുടെ കൂടെ റൈഡിൽ കയറിയപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മളും കുട്ടികളായി പോകും. അവർ പേടിച്ചാൽ നമ്മൾ ചിരിക്കും, അവർ ചിരിച്ചാൽ നമ്മളും ചിരിക്കും. അതാണ് ഫാമിലി ടൈമിൻ്റെ ഒരു ബ്യൂട്ടി. സത്യത്തിൽ ഇത്തരം മൊമെൻറ്റ്സ് ആണ് നമ്മൾ ലൈഫിൽ ട്രഷർ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് ബിസിയാണ്. വർക്ക്, ഹൗസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടി കഴിയുമ്പോൾ കുട്ടികൾക്കായി സമയം കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. പക്ഷേ കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് എക്സ്പെൻസീവ് ഗിഫ്റ്റൊന്നുമല്ല, നമ്മുടെ ടൈമാണ്. അവരോടൊപ്പം ഇരിക്കുന്ന കുറച്ച് സമയം, അവരോടൊപ്പം കളിക്കുന്ന കുറച്ച് സമയം, അവരുടെ സ്റ്റോറീസ് കേൾക്കുന്ന കുറച്ച് സമയം, അതാണ് അവർ പിന്നീട് ഓർക്കുന്നത്. ഡ്രൈ റൈഡ്സ് ഒക്കെ എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾ വാട്ടർ പാർക്കിലേക്ക് പോയി. ഇവിടെ എത്തിയതോടെ കുട്ടികളുടെ ഹാപ്പിനെസ് ഡബിളായി. വെള്ളം കണ്ടപ്പോൾ തന്നെ അവർ ഫുൾ എക്സൈറ്റഡ്. വാട്ടർ സ്ലൈഡ്സ്, സ്പ്ലാഷ് ഏരിയാസ്, ഫൗണ്ടെയിൻസ് എല്ലാം അവർ നല്ലപോലെ എൻജോയ് ചെയ്തു. വെള്ളത്തിൽ കളിക്കുമ്പോൾ കുട്ടികളുടെ ചിരി കേൾക്കുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഒരാൾ മറ്റൊരാളുടെ മേലിൽ വെള്ളം ഒഴിക്കും, പിന്നെ എല്ലാവരും കൂടി ചിരിക്കും. അങ്ങനെ കുറേ നേരം ഫുൾ ഫണ്ണായിരുന്നു. പേരൻസ് എന്ന നിലയിൽ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചാലും കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കണ്ടാൽ ആ ക്ഷീണം ഒന്നും തോന്നില്ല. കുട്ടികൾക്ക് ഒരു റൈഡ് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും വേണം, വീണ്ടും കയറാം, വീണ്ടും പോകണം. അവർക്കൊന്നിനും മടിയില്ല. ഞങ്ങളാണ് ഇടയ്ക്ക് പറയുന്നത് മതി, ഇനി അടുത്തത് നോക്കാം. പക്ഷേ അവരുടെ എനർജി കണ്ടാൽ ശരിക്കും അത്ഭുതമാണ്. വാട്ടർ റൈഡ്സിലൊക്കെ കയറിയതിന് ശേഷം ആയതുകൊണ്ട് നല്ല പോലെ ഇടയ്ക്കൊക്കെ വിശന്നായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ റൈഡ്സിലേക്ക് പോയി. അങ്ങനെ അതൊരു ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു മൊത്തത്തിൽ. ഈ വാട്ടർ റൈഡിൽ പോകുന്നതിന് മുന്നത്തെ ദിവസവും അതിന് ശേഷമുള്ള ദിവസവും നല്ല മഴയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ സെസമി പ്ലേസിൽ പോയ സമയത്ത് ഒരു മഴയില്ലായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴാണ് നല്ല പോലെ ഒരു മഴ പെയ്തത്. ഈ സെസമി പ്ലേസിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വിവരങ്ങൾ പറയാം കേട്ടോ. ഫിലാഡൽഫിയയിലെ ലാങ്ഹോൺ എന്ന സ്ഥലത്താണ് സെസമി പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തീം പാർക്കാണിത്. ഡ്രൈ റൈഡ്സിൻ്റെ കൂടെ വാട്ടർ പാർക്ക്, വാട്ടർ സ്ലൈഡ്സ്, സ്പ്ലാഷ് ഏരിയാസ്, ഷോസ്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സെസമി സ്ട്രീറ്റ് ക്യാരക്ടേഴ്സിനെ കാണാനുള്ള അവസരവും ഇവിടെ ഉണ്ട്. ഇനി ടിക്കറ്റ് പ്രൈസിൻ്റെ കാര്യം പറയാം. ടിക്കറ്റ് പ്രൈസ് നമ്മൾ പോകുന്ന ദിവസത്തിനും സീസണും അനുസരിച്ച് മാറാം. അതുകൊണ്ട് പോകുന്നതിന് മുൻപ്
ആ ദിവസത്തെ ടിക്കറ്റ് പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. 2 വയസ്സിന് മേളിലേക്കുള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷന് ടിക്കറ്റ് വേണ്ടത്. അഡൾട്ടിനും നമുക്ക് ടിക്കറ്റ് വേണം. അവിടെ നമ്മൾ പോയപ്പോൾ നമുക്ക് ഒരാൾക്ക് $50 ആയത്. ടിക്കറ്റ് എടുത്താൽ പാർക്കിലെ പല റൈഡ്സിലും ഷോസിലും എൻജോയ് ചെയ്യാം. ചില സ്പെഷ്യൽ എക്സ്പീരിയൻസിനാണ് ഈ അഡീഷണൽ ചാർജ് അവിടെ ഉള്ളത്. ഇനി കുട്ടികളുമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഹൈറ്റ് റെസ്ട്രിക്ഷൻസ്. എല്ലാ റൈഡ്സും എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റില്ല. ഓരോ റൈഡിനും ഹൈറ്റ് റിക്വയർമെൻറ്റ് വ്യത്യസ്തമാണ്. ചില റൈഡ്സിൽ ചെറിയ കുട്ടികൾക്ക് മുതിർന്ന ഒരാൾ കൂടെ റൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് ഏത് റൈഡാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് അവിടെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വാട്ടർ പാർക്കിലേക്ക് പോകുന്നവർ പ്രോപ്പർ സ്വിം വെയർ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ചെറിയ ബേബീസിന് റെഗുലർ ഡയപ്പർ ഉപയോഗിക്കാൻ പാടില്ല. വാട്ടർ പാർക്കിൽ പോകുമ്പോൾ സ്വിം ഡയപ്പറാണ് ആവശ്യമായിട്ടുള്ളത്. വാട്ടർ ഷൂസ് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം, പക്ഷേ എല്ലാ വാട്ടർ സ്ലൈഡ്സിലും ഷൂസ് അനുവദിക്കണമെന്നില്ല. മറ്റൊരു കാര്യം വെതറാണ്. വെതർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് ചില വാട്ടർ റൈഡ്സ് അല്ലെങ്കിൽ വാട്ടർ അട്രാക്ഷൻസ് ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് പോകുന്ന ദിവസം പാർക്കിൻ്റെ അവേഴ്സും വാട്ടർ അട്രാക്ഷൻസിൻ്റെ അവൈലബിലിറ്റിയും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓവറോൾ കുട്ടികളോടൊപ്പം ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് സെസമി പ്ലേസ്. ഞങ്ങൾ പോയപ്പോൾ കുട്ടികൾ ഡ്രൈ റൈഡ്സിലും വാട്ടർ പാർക്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. ടിക്കറ്റിന് കൊടുക്കുന്ന പണത്തേക്കാൾ കൂടുതൽ വിലപ്പെട്ടതായി ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടികളുമായി ചെലവഴിച്ച സമയം, പിന്നെ ഒരുപാട് നല്ല ഫാമിലി മെമ്മറീസ്. അതുകൊണ്ട് കുട്ടികളുമായി ഫിലാഡൽഫിയയിൽ ഒരു ഫൺ ഡേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെസമി പ്ലേസ് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നൊരു സ്ഥലമാണ്. സെസമി പ്ലേസിൻ്റെ മറ്റൊരു സ്പെഷ്യൽ അട്രാക്ഷൻ അവിടെയുള്ള സെസമി സ്ട്രീറ്റ് ക്യാരക്ടേഴ്സാണ്. കുട്ടികൾ വീഡിയോയിലും ടി വിയിലൊക്കെ കാണുന്ന ഈ ക്യാരക്ടേഴ്സിനെ നേരിൽ കാണുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ തന്നെ ഒരു രസമാണ്. അവരുടെ ആ ഒരു ചെറിയ സന്തോഷം, അത് കാണുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം കുട്ടികളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ പേരൻസിനും റിയൽ ഹാപ്പിനെസ് കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾ വലുതായ ശേഷം യാത്ര ചെയ്യാം, പിന്നെ സമയം കിട്ടുമ്പോൾ ഫാമിലിയെ എൻജോയ് ചെയ്യാം. പക്ഷേ സത്യം എന്താണെന്നറിയോ? കുട്ടികളുടെ ചൈൽഡ്ഹുഡ് വെയിറ്റ് ചെയ്യില്ല. അവർ ഓരോ ദിവസവും കുറച്ച് വളരുകയാണ്. ഇന്ന് നമ്മളെ പിടിച്ചു നടക്കുന്ന കുഞ്ഞ് നാളെ സ്വന്തം ലോകവുമായി ബിസി ആയിരിക്കും. അതുകൊണ്ട് പെർഫെക്റ്റ് ടൈം വരുന്നത് കാത്തിരിക്കേണ്ട. ടൈം കിട്ടുമ്പോൾ ചെറിയൊരു ട്രിപ്പ് പോകാം, അടുത്തുള്ള ഒരു പാർക്കിൽ പോകാം, ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാം, വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാം. കാര്യം വലുതാകേണ്ട, മെമ്മറിയാണ് വലുതാകേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ സെസമി പ്ലേസ് ഡേ പതുക്കെ അവസാനിക്കുകയായിരുന്നു. കുട്ടികൾക്ക് പക്ഷേ പോകാൻ ഒരു മൂഡുമില്ല. ഇനിയും റൈഡ്സ് വേണം, ഇനിയും വാട്ടർ പാർക്ക് വേണം, ഇനിയും കളിക്കണം. പക്ഷേ സമയം കഴിഞ്ഞിരുന്നു. തിരിച്ചു പോകുമ്പോൾ കുട്ടികൾ ക്ഷീണിച്ചിരുന്നെങ്കിലും അവരുടെ മുഖത്ത് ആ സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് സോവനിയേഴ്സ് മാത്രമല്ല, ഒരുപാട് നല്ല മെമ്മറീസ് കൂടിയാണ്. ഒരു ദിവസം ഈ കുട്ടികൾ വളരും. അവർക്ക് സ്വന്തം ജീവിതവും സ്വന്തം തിരക്കുകളും ഉണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോസ് എടുത്ത് അവരോടൊപ്പം ഇരുന്ന് കാണും. ഓർമ്മയുണ്ടോ നമ്മൾ സെസമി പ്ലേസിൽ പോയത് എന്ന് ചോദിക്കും. അവർ ചിരിക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഈ ചെറിയ ട്രിപ്സ് ഒന്നും ചെറുതായിരുന്നില്ലെന്ന്. ഇവയൊക്കെയായിരുന്നു നമ്മുടെ ഫാമിലി മെമ്മറീസ്. അതുകൊണ്ട് ജീവിതം എത്ര ബിസി ആയാലും നമ്മുടെ കുട്ടികൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കാം. അവരോടൊപ്പം ചിരിക്കാം, അവരോടൊപ്പം കളിക്കാം, അവരോടൊപ്പം യാത്ര ചെയ്യാം. കാരണം പണം കൊടുത്ത് പലതും വാങ്ങാൻ കഴിയും, പക്ഷേ പോയ സമയം തിരിച്ചു വാങ്ങാൻ കഴിയില്ല. സോ മേക്ക് മെമ്മറീസ് വൈൽ യു ക്യാൻ. ഇന്നത്തെ ഞങ്ങളുടെ സെസമി പ്ലേസ് ട്രിപ്പ് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലായിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു, ഒരുമിച്ച് കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കി. ഇങ്ങനെയുള്ള ഫാമിലി മൊമെൻറ്റ്സ് നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് നല്ല യാത്രകളും മെമ്മറീസുമായി വീണ്ടും കാണാം. Until then, stay happy, stay together.